ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രാജാവിനെ കുറിച്ചാണ്. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ പടത്തിന്റെ കഥ എഴുതിയേക്കുന്നത് മഷി കൊണ്ടല്ല, വെടിമരുന്ന് കൊണ്ടാണ്. കാരണം ഈ പടം എഴുതിയേക്കുന്നത് ധ്യാൻ ചേട്ടനാണ്. ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഈ പടത്തിന് ധ്യാൻ ചേട്ടൻ നല്ല കിടിലൻ കോമഡികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1984 അത് വാങ്ങുമ്പോ പുതുപുത്തനായിരുന്നു. ഇതേപോലത്തെ ഗംഭീര കോമഡിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എടാ, ഈ പടം ഹിറ്റാണെന്ന് എന്തിനു കള്ളം പറഞ്ഞേ? സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു സാർ. പടം തുടങ്ങുന്നത് ധ്യാൻ ചേട്ടന്റെ ബാച്ചിലർ പാർട്ടി കാട്ടിയിട്ടാണ്. അങ്ങോട്ട് 2 സസ്പെൻഡായ പോലീസുകാർ കേസ് അന്വേഷിക്കാൻ വരും. അല്ലാതെ അജു വർഗീസ് അല്ലേ. ധ്യാൻ ചേട്ടന്റെ പടമാണെങ്കിൽ അജു വർഗീസ് ഫ്രീയാ. പിന്നെ ഒരു വേഷം മാറി വന്നത് ആ ടാക്സിക്കാരന് മനസ്സിലാവും. അല്ല, ഈ കോമഡി തന്നെയല്ല അജു ഏട്ടൻ വടക്കൻ സെൽഫിയിൽ ചെയ്തത്. കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ച് നമ്മളാരും ശ്രദ്ധിക്കൂല. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ നമ്മൾ തന്നെയാണ് നോക്കുന്നു. സോറിടാ, തെറ്റുപറ്റിപ്പോയി. ഈ ടീഷർട്ട് ഞാൻ മാറി ലുക്ക. ആ ഷർട്ട് ഇട്ടാൽ മതിയായിരുന്നു. എടാ, വ്യത്യാസമുണ്ട്. ഡ്രസ്സിന്റെ കളർ മാറില്ലേ? അവിടെ നിവിൻ, ഇവിടെ പിഷു. പിന്നെ അവിടെ വെച്ചിട്ട് ധ്യാൻ ചേട്ടന്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള 2 കോഴിക്കുട്ടന്മാരെ കാണിക്കും. അവന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ പെർഫോമൻസ് കാഴ്ചവെക്കണ ഗംഭീര അപരാധങ്ങളാണ്. ഇവര് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ പെണ്ണിനെ നോക്കി കോഴിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. ആകെ 5 പേരെ ഈ സിനിമയൊക്കെ കാണാൻ വരുള്ളൂ. ഈ സീൻ തന്നെ പടത്തിന്റെ തുടക്കത്തിൽ കണ്ട അവന്മാരും കൂടി ഇറങ്ങിപ്പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റിസോർട്ടിക്ക് ഒരു ഡ്രഗ് ഗണ്ണൻ വരും. ഡ്രഗ് ഗണ്ണനെ കുറിച്ച് പറയണെങ്കിൽ ആള് ഫുൾ ടൈം ഈ പടത്തിൽ ഡ്രഗ് അടിച്ചിരിക്കലാണ് പരിപാടി. ഇങ്ങേർക്ക് വേറെ റോളൊന്നുമില്ല. പിന്നെ ആ റിസോർട്ടിൽ ധ്യാൻ ചേട്ടന്റെ അമ്മ ധ്യാൻ ചേട്ടനെ കാണാണ്ട് പടക്കത്തിന്റെ സ്മെല്ല് ഇങ്ങനെ മണത്ത് അവസാനം ധ്യാൻ ചേട്ടനുള്ള സ്ഥലത്തെത്തും. ധ്യാൻ ചേട്ടനെ കാട്ടി കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. 1 കൊല്ലം മുൻപുള്ള ധ്യാൻ ചേട്ടന്റെ വേറൊരു ബാച്ചിലർ പാർട്ടി. ഇതെന്താണ്, എല്ലാ കൊല്ലം ബാച്ചിലർ പാർട്ടി ആഘോഷിക്കുന്നതാണ് ധ്യാൻ ചേട്ടന്റെ ഹോബി. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഫ്ലാഷ് ബാക്കിൽ ധ്യാൻ ചേട്ടനും ക്രഷും കൂടി ഫ്ലാറ്റിൽ ഇങ്ങനെ വൈബ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് ക്രഷ് വന്നിട്ട് തന്ത വരുന്നുണ്ട്, വേഗം പോവാൻ പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോ തന്തയില്ല തള്ളയില്ല, ആ സീൻ അങ്ങ് അവസാനിക്കും. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഫ്ലാറ്റിക്ക് ഇന്റർവെൽ എണ്ണം വരും. അല്ല, ഇന്റർവെൽ ആവാണ്ട് ഇന്റർവെൽ എണ്ണൻ എന്തിനാ വരണേ? എടാ പൊട്ട, ആരാടാ ഈ പടം ഇന്റർവെൽ വരെ കണ്ടോണ്ടിരിക്കുക? പിന്നെ ധ്യാൻ ചേട്ടൻ ഇന്റർവെൽ എണ്ണനെ പറഞ്ഞു വിട്ടിട്ട് ഒരു കുപ്പി ഫുള്ളിരുന്ന് ട്രൈ അടിക്കും. എന്നിട്ട് ധ്യാൻ ചേട്ടൻ പടാവൂല്ല, ധ്യാൻ ചേട്ടൻ ഫിറ്റ് ആവൂല. ഇത് വോഡ്കല്ല, പിന്നെ മറ്റവനാ വാറ്റാ പച്ചവെള്ളം, സബ്സബയുടെ ശുദ്ധ പാനി. പിന്നെ അങ്ങോട്ട് ധ്യാൻ ചേട്ടന്റെ കൂട്ടുകാരൻ വന്നിട്ട് ധ്യാൻ ചേട്ടന് കഞ്ചാവ് കൊടുക്കും. എന്നിട്ട് അത് വലിച്ചിട്ടും ധ്യാൻ ചേട്ടൻ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പിന്നെ രാത്രിയാകുമ്പോ ധ്യാൻ ചേട്ടൻ കളർ ബൾബൊക്കെ കത്തിച്ചിട്ട് പാർട്ടി ചെയ്ത് വൈബ് ചെയ്യും. പിന്നെ അവിടെയുള്ള 2 ഡൂഡ് നിന്നിട്ടാണ്ടൊക്കെ കാണിക്കും. എടാ, നീ റേപ്പൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? അന്ന് നമ്മൾ റേപ്പ് ചെയ്യാനൊന്നും പോണില്ല പിള്ളേ. അന്ന് നമ്മൾ പ്രണയിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഉണ്ടാവണേന്ന്. ദൈവമേ, നിന്റെ പണി കേൾക്കുന്നുണ്ടടാ. ഈ കലാപരിപാടി കഴിഞ്ഞിട്ട് പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്റർവെല്ലാണ് ലോ ബഡ്ജറ്റ് സ്വിമ്മിംഗ് പൂളിൽ വൈബ് ചെയ്തോണ്ടിരിക്കും. കല്യാണം, കുത്തുകുത്തണ ചെമ്മാനം, പട്ടുപുത്തിയ ചപ്പാത്തി, ചപ്പാത്തി അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ധ്യാൻ ചേട്ടന്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള 2 അപരാധങ്ങൾ 2 പെണ്ണുങ്ങളെയും കൊണ്ട് ഫ്ലാറ്റിക്ക് വരും. എന്നിട്ട് ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ മറ്റവന്റെ കൂടെയുള്ള പെണ്ണുമ്മ അത്രക്കാരി നെഹി ഹോ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പറഞ്ഞു വിടും. പിന്നെ ഇവള് ഈ സിനിമയിൽ ഹിന്ദിക്കാരിയായിട്ടാണ് വരുന്നത്. എന്നിട്ട് മലയാളിയായ ഹിന്ദിക്കാരിയുടെ പോലെയാണ് സംസാരിക്കണേ. അത് കഴിഞ്ഞിട്ട് ധ്യാൻ ചേട്ടനും ഗ്യാങ്ങൊക്കെ കൂടി 2-3 കുപ്പിയൊക്കെ ഡ്രൈ ഇരുന്ന് അടിക്കും. അളിയ
അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലയോടെ ഇതൊന്നും കൊണ്ടത്? നിങ്ങൾ ചോദിക്കുക ഒരു ദിവസം ഇത്ര കുപ്പി ഇരുന്ന് ട്രൈ അടിച്ചിട്ട് ഉമ്മാരെന്താ പടാവാത്തേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വെള്ളടിച്ച് കിണ്ടിയായിട്ട് ധ്യാൻ ചേട്ടൻ മറ്റേ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകും. അപ്പം അവൾ ധ്യാൻ ചേട്ടാ ബോംബ് പൊട്ടിക്കില്ല ഞാൻ പാവാണെന്ന് പറയും. എന്നിട്ട് ധ്യാൻ ചേട്ടനോട് അവളെ ഒന്ന് രക്ഷിക്കാൻ പറയും. എന്നെ അവർ കിഡ്നാപ്പ് ചെയ്തതാന്ന് പറയും. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ. പിന്നെ ധ്യാൻ ചേട്ടൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധ്യാൻ ചേട്ടൻ്റെ ഫോൺ അവൾക്ക് കൊടുക്കും ട്രാക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് അവളുടെ ആൾക്കാർ വന്നിട്ട് അവളെ കൊണ്ടുപോകും. ഈ സമയത്ത് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഗില്ലിയൊക്കെ കണ്ട് ചാർജായിട്ട് അവളെ രക്ഷിക്കാനായിട്ട് പോവും. ഈ സമയത്ത് മറ്റേ പെണ്ണ് പുറത്തിറങ്ങും. പോലീസ് അവളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ ധ്യാൻ ചേട്ടൻ അവളെ രക്ഷിക്കാനായിട്ട് വരുന്ന സമയത്ത് പടക്കത്തിൻ്റെയും മദ്യത്തിൻ്റെയും സ്മെല്ലടിച്ചിട്ട് പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് ധ്യാൻ ചേട്ടനെ പൊക്കും. പിന്നെ അങ്ങോട്ട് ഈ സിനിമ നടക്കുന്ന ഒരു വീട്ടിൽ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലത്താണ് പടം നടക്കണത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു താടി പോലീസ് ഉണ്ട്. താടി പോലീസ് ആവുമ്പോൾ അറിയാലോ, ഒന്നെങ്കിൽ ശബരിമല അല്ലെങ്കിൽ ബ്ലേഡ് അലർജി. സ്വാമി ശരണം. സാറെന്നാ ശബരിമലയ്ക്ക് പോകുന്നു? ഞാൻ ഉടനെ പെട്ടെന്ന് തന്നെ പോയിക്കോളാം. താടിയുള്ള ഏതോ സെറ്റിന്ന് പിടിച്ചു വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്വാമിയാണെന്ന്. സമ്മതിച്ചു, സ്വാമിയാണ്, മനസ്സിലായി. പിന്നെ പിഷുവിനും അജുനും അവളുടെ കയ്യിൽ നിന്ന് ധ്യാൻ ചേട്ടൻ്റെ ഫോൺ കിട്ടും. എന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ധ്യാൻ ചേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ തരാൻ പറയും. തന്റെ കയ്യിലുണ്ടെന്ന് തന്നെ കണ്ടാലറിയാം. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ അത്ര ഇല്ല. പിന്നെ ധ്യാൻ ചേട്ടൻ നടന്ന കാര്യങ്ങളൊക്കെ ഉമ്മാരോട് വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയും. പിന്നെ ഉമ്മാര് വെള്ളടിച്ച് കിണ്ടിയായ പോലെ അഭിനയിക്കാൻ നോക്കും. പക്ഷെ പറ്റില്ല. എന്നാൽ ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആണ്. പിന്നെ കുടിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിച്ചിട്ട് കുടിക്കാമല്ലോ. ആച്ചാണ്ടി വണ്ടിയുടെ വണ്ടി ഓടിച്ചോണ്ട് കുടിക്കാൻ പാടില്ല. ഓക്കെ തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. പിന്നെ പിഷു അജു ഉമ്മാരെ കണ്ടിട്ട് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസ അടിച്ചു മാറ്റും. പിന്നെ പിഷു അജു സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പടക്കം കിടന്ന് ഉറങ്ങണ കാണും. കണ്ട എഴുതിയ ധ്യാൻ ചേട്ടൻ വരെ ഈ സമയത്തേക്കും കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ കുത്തിയിരുന്ന് കണ്ടു. പിന്നെ പിഷു അവളുടെ ആധാർ കാർഡ് നോക്കണ സമയത്ത് അവൾക്ക് 16 വയസ്സുള്ളൂന്ന് കാണും. എന്നിട്ട് പോർട്സോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ധ്യാൻ ചേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ധ്യാൻ ചേട്ടൻ്റെ ഡാഡിനും കൂട്ടുകാരനും വിളിപ്പിക്കും. പിന്നെ ഈ സമയത്ത് ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, സലം കാശ്മീർ ലെവല്. ഹൈക്കോടതി ജഡ്ജാ. പോലീസുകാരനാ, ഡിവൈഎസ്പി. 2 ദിവസം മുമ്പോ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ കേസ് കോടതിയിലെടുക്കും. ഇത് കോടതി കേട്ടാ, സൂം ചെയ്ത് വെച്ചേക്കാ, സെറ്റ് ഇടാനുള്ള പൈസ ഇല്ല. 3 മാസം തടവും 10,000 രൂപ പിഴയും ഈ കോടതി വിധിച്ചിരിക്കുന്നു. ശരിക്കും ഈ ആപ്പ് വെച്ചേക്കുന്ന ഈ സിനിമ കണ്ടവർക്കാട്ടാ. പിന്നെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ധ്യാൻ ചേട്ടന് ഇന്റർവ്യൂ എടുക്കുന്ന ചേച്ചീനെ കിട്ടും. അതെന്തായാലും നന്നായി. ഇനി ധ്യാൻ ചേട്ടനെ വെച്ച് ഡെയിലി ഇന്റർവ്യൂ എടുക്കാം. പിന്നെ ആ പാർട്ടി നടക്കണ അവിടേക്ക് ആ ഹിന്ദിക്കാരി പെണ്ണ് വരണ കാട്ടിയിട്ട് പടം കഴിഞ്ഞു. സംഭവം എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള പരിപാടിയാ. എന്തായാലും എടുക്കണം ധ്യാൻ ചേട്ടാ. ആരും കണ്ടില്ലെങ്കിൽ ഞാൻ കാണും. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ.